എല്ലാവർക്കും 24 മണിക്കൂർ സമയമുണ്ട് ഒരു ദിവസം. പിന്നെ എന്തുകൊണ്ടാണ് ചിലർ ധനവാന്മാരും ചിലർ ദരിദ്രന്മാരും ആകുന്നത്? നമ്മുടെ യൂസഫ് അലിയും അംബാനിയും അദാനിയും ഒക്കെ അവർക്കും 24 മണിക്കൂർ സമയമുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് അവർ കോടീശ്വരന്മാരാകുന്നതും മറ്റു ചിലർ സാധാരണക്കാരായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സമയം ശരിയായി വിനിയോഗിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പലരും ഇത് അംഗീകരിക്കില്ല. സമയമാണ് ഏറ്റവും വിലയുള്ളതും, അതായത് പരിശ്രമശാലികൾക്ക് ഏറ്റവും വിലയുള്ളത് സമയമാണ്. പരിശ്രമശാലികളല്ലാത്ത മടിയന്മാർക്ക് ഏറ്റവും വിലയില്ലാത്തതും സമയമാണ്. അവരാണ് സമയം പോകാൻ വേണ്ടി കലിങ്കിൽ കുത്തിയിരിക്കുന്നതും അല്ലെങ്കിൽ സമയം പോകാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പരിശ്രമശാലികളല്ലാത്ത ആളുകളാണ്. അവരാണ് സമൂഹത്തെയും സിസ്റ്റത്തെയും ഭരണക്കാരെയും മറ്റുള്ള അച്ഛനമ്മമാരെയും നമ്മുടെ എല്ലാവരെയും കുറ്റം പറയുന്നത് അവരാണ്. സത്യത്തിൽ പരിശ്രമശാലികൾക്ക് ഏറ്റവും വിലപ്പെട്ടത്, അവരൊരു സമയം പോലും വെറുതെ കളയില്ല. കാരണം സമയമാണ് പണമായിട്ട് മാറുന്നത്. നമുക്ക് 1 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ കൂലിവേലക്കാരന് എത്ര രൂപ കിട്ടും? ഒരു 8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ 350ഓളം രൂപ കിട്ടും. പക്ഷേ 8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ? മോഹൻലാൽ മമ്മൂട്ടിയുടെയൊക്കെ 1 മണിക്കൂറിൻ്റെ വില എത്രയാണ്? അതുപോലെ ഓരോ വ്യവസായികളുടെ 1 മണിക്കൂറിൻ്റെ വില എത്രയാണ്? അപ്പോൾ ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിൽ, അതായത് നമ്മൾ ആർജിച്ചിരിക്കുന്ന അറിവും അത് പ്രവർത്തിപ്പിക്കാനുള്ള നമ്മുടെ ചങ്കൂറ്റവും അത് പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി അത് മാർക്കറ്റ് ചെയ്യാനുള്ള ആ കഴിവും വളർത്തിയെടുക്കുന്നവരാണ് ധനവാന്മാരാകുന്നത്. അപ്പോൾ അത് ചെറുപ്പം മുതലേ അത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തരത്തിലേക്ക് വളരാൻ സാധിക്കും. നമ്മുടെ അറിവിനെ വിറ്റാണ്. ഇപ്പോൾ സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സമയം അല്ലെങ്കിൽ 8 മണിക്കൂർ ആ കമ്പനിക്ക് അല്ലെങ്കിൽ സർക്കാരിന് കൊടുത്തിട്ടാണ് നമ്മൾ ആ പണം വാങ്ങിക്കുന്നത്. അപ്പം നമ്മുടെ 8 മണിക്കൂർ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ തൊഴിലുടമയ്ക്ക് വിറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രതിഭാശാലികൾ ഒരിക്കലും മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് പോവില്ല. അവർ സ്വന്തമായിട്ട് വ്യവസായം തുടങ്ങും, സ്വന്തമായിട്ട് സംരംഭം തുടങ്ങും. ഈ കേരളത്തിൽ ഏത് സംരംഭത്തിനാണ് ഒരു കുഴപ്പം? സത്യത്തിൽ കേരളത്തിൽ എല്ലാ വസ്തുക്കളും പുറമേ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ ഓരോ ചെറിയ സംരംഭം തുടങ്ങി ഉൽപ്പാദിപ്പിച്ചുകൂടെ? അത് മാർക്കറ്റ് ചെയ്തുകൂടെ? ഇതിന് ഒറ്റ കാര്യമുള്ളൂ, ഈ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. സർക്കാർ ജോലി അല്ലെങ്കിൽ ഒരു കമ്പനി ജോലി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു വരുമാനം കിട്ടും. അത് കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അതിൽ ഒതുങ്ങി അങ്ങ് ജീവിക്കും. മടിയന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു, എത്രമാത്രമേ ഉള്ളൂ. മടിയന്മാർക്ക് പറ്റിയതാണ് സർക്കാർ ജോലിയും മറ്റ് സാധാരണ ജോലിയുമൊക്കെ. പ്രതിഭാശാലികൾ എന്തു ചെയ്യും? അവരുടെ കഴിവിനെ വിറ്റ് അവരുടെ കഴിവിനെ മാർക്കറ്റ് ചെയ്ത് കോടീശ്വരന്മാരായിട്ട് മാറും. അങ്ങനെ ജോലിയിൽ നിന്ന് മാറി വന്ന എത്രയോ വ്യവസായികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പണം ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ളവർ അവരുടെ കഴിവിനെ വർദ്ധിപ്പിക്കുകയും അത് മാർക്കറ്റ് ചെയ്യാനുമുള്ള ആ ഒരു തലത്തിലേക്ക് വളരണം. അതിനാണ് സ്വന്തമായിട്ട് സംരംഭം തുടങ്ങുക, വ്യവസായം തുടങ്ങുക എന്ന് പറയുന്നത്. വ്യവസായവും കച്ചവടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം എവിടെ നിന്നെങ്കിലും എടുത്ത് 10 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം 15 രൂപയ്ക്ക് വിൽക്കുന്നു, 1 രൂപ നമുക്ക് ലാഭം കിട്ടുന്നു. നമ്മൾ ചെയ്യുന്ന ആരെങ്കിലും വന്ന് മേടിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കുന്നു. വ്യവസായം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ലോകത്തിൽ മുഴുവൻ ഒരേ സമയം വിറ്റഴിയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓരോ സെക്കൻഡിലും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വ്യവസായത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ ആദ്യം വ്യവസായം എന്ന് പറയുന്നത് ഒന്ന് പിടിച്ചു നിർത്താനും ആദ്യം ഒന്ന് ക്ലിക്കാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാബു ജേക്കബ് വസ്ത്ര വിപണന രംഗം എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഓരോ മിനിറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഭാശാലികളും ചങ്കൂറ്റമുള്ളവരും അവരവരുടെ സമയത്തിന് അവർ വില കൽപ്പിക്കും. ഇതില്ലാത്തവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സമയം കളയും. ഇതാണ് അതിൻ്റെ ശരിയായ കാര്യം.